ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യയുടെ 12.6% 60 വയസ്സിന് മുകളിലുള്ളവരാണ്. 2021 കണക്ക് പ്രകാരം അത് 16.5%. 2025 നടത്തിയ ഒരു കണക്ക് പ്രകാരം ഏകദേശം 15%-ഓളം ജനങ്ങൾ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. ഇത് 2036 ആകുമ്പോഴേക്കും 22.8% ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന വർഷങ്ങളിൽ വയോജന സുരക്ഷ ഒരു പ്രധാന ഘടകം തന്നെയാണ്. അവർക്കുള്ള പരിചരണവും സുരക്ഷയും പരിഗണനയും നൽകേണ്ടത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുതിർന്ന പൗരന്മാരോട് അല്പം നാട്ടുവർത്താനം പറഞ്ഞിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ ഭാഗവാക്കാകാൻ സാധിക്കും. ഇതിന് തക്കതായ പ്രതിഫലവും തദ്ദേശ വകുപ്പ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഒറ്റ നിബന്ധന മാത്രം: ചെലവിടുന്ന സമയം ആത്മാർത്ഥമായിരിക്കണം. വയോജനങ്ങളെ വിരസതയിലേക്ക് തള്ളിവിടാതിരിക്കാൻ എന്തും ചെയ്യാം നിങ്ങൾക്ക്. വയോജനങ്ങളെ വിരസതയിലേക്ക് തള്ളിവിടരുത്. ടൈം ബാങ്ക് എന്ന ആശയമാണ് ഇതിന് പിന്നിൽ. US, UK, ജപ്പാൻ എന്നിവിടങ്ങളിൽ വിജയകരമായി വിജയിച്ച ഒരു പദ്ധതിയാണ് കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിൻ്റെ വക കേരളത്തിലും നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. തദ്ദേശ വകുപ്പ് കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം ടൈം ബാങ്ക് പദ്ധതി നടപ്പിലാക്കുന്നത്. മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ സേവനങ്ങൾ വളണ്ടിയർമാർ മുഖേന എത്തിക്കുകയാണ് ഈ പദ്ധതി. സംസാരിച്ചിരിക്കുക, മരുന്നെത്തിക്കുക, വാഹനമോടിച്ച് പുറത്തു കൊണ്ടുപോവുക, ഷോപ്പിങ്ങിന് കൂടെ പോവുക, പാചകം, ലോണ്ടറി, ക്ലീനിങ് തുടങ്ങിയവയ്ക്ക് സഹായിക്കുക. ഇതിനായി ചെലവിടുന്ന സമയം കൃത്യമായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രേഖപ്പെടുത്തും. ഈ സമയത്തിന് അനുസരിച്ചുള്ള ടൈം ക്രെഡിറ്റ് ആണ് വോളണ്ടിയർമാർക്ക് ലഭിക്കുക. ഇതിനുള്ള ഇൻസെൻറ്റീവുകൾ അതത് തദ്ദേശ സ്ഥാപനങ്ങൾ തീരുമാനിക്കും. പണമായി കയ്യിൽ നൽകില്ല. വിദേശ രാജ്യങ്ങളിൽ ഈ ടൈം ക്രെഡിറ്റ് സേവനം ചെയ്ത വ്യക്തിയുടെ വാർദ്ധക്യകാലത്ത് തിരികെ സേവനമായി നൽകുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സാങ്കേതികത്വം ഒഴിവാക്കാനാണ് ഇത് ഇൻസെൻറ്റീവ് രൂപത്തിൽ നൽകുന്നത്. ഈ പദ്ധതിയിൽ ആർക്കൊക്കെ വളണ്ടിയർ ആകാൻ സാധിക്കും? 50 വയസ്സിന് താഴെയുള്ളവർക്കാണ് വളണ്ടിയർ ആകാൻ മുൻഗണന ലഭിക്കുക. സ്വയം സന്നദ്ധരായി വരുന്നവർക്ക് പോലീസ് വെരിഫിക്കേഷൻ ആവശ്യമാണ്. ഏതൊക്കെ സേവനത്തിന് ഇവരെ നിയോഗിക്കാൻ കഴിയുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചാണ് പ്ലാറ്റ്ഫോം അഡ്മിൻ ഇവർക്ക് അംഗീകാരം നൽകുക. ഇതോടൊപ്പം വയോജനങ്ങളെ സമീപിക്കുന്നതിനും ഇടപെടുന്നതിനും ആവശ്യമായ പരിശീലനവും നൽകും. ആർക്കൊക്കെയാണ് ഈ സേവനം ലഭ്യമാവുക? സേവനം ആവശ്യമായവരെ പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തും. ഇതിനായി വാർഡ് മെമ്പർമാർ, ആശാപ്രവർത്തകർ എന്നിവരെയാണ് നിയോഗിക്കുക. നിലവിൽ വെബ്സൈറ്റ് വഴിയാണ് സേവനം ഏകോപിപ്പിക്കുന്നത്. ടൈം ബാങ്ക് ഓഫ് Kerala.org വഴിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. പേര്, ഇമെയിൽ, ഫോൺ നമ്പർ, വിലാസം എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് ആവശ്യമായ സേവനങ്ങൾ സമയാസമയം ഇതിൽ ആവശ്യപ്പെടാം. സേവനത്തിന് സഹായിക്കാൻ തക്ക വോളണ്ടിയർമാർ ആരാണെന്ന് പ്ലാറ്റ്ഫോം വഴി അറിയിക്കും. വയോജനങ്ങളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്ന് വോളണ്ടിയർ സ്വീകരിച്ചാൽ വയോധികർക്ക് OTP ലഭിക്കും. ഇത് മുതലാണ് സേവനത്തിൻ്റെ സമയം ആരംഭിക്കുക. പദ്ധതി സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വെബ്സൈറ്റിന് പുറമെ മൊബൈൽ ആപ്ലിക്കേഷനും ആരംഭിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വലിയ അക്ഷരത്തിൽ എളുപ്പത്തിൽ വായിക്കാനും ഉപയോഗിക്കാനും സാധിക്കുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്യുന്നത്. ലഭിക്കുന്ന സേവനങ്ങൾ പട്ടികയായി ഇതിൽ പ്രദർശിപ്പിക്കും. ഡിജിറ്റൽ അറിവ് പരിമിതമായ വയോധികർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതിനോടൊപ്പം ഹെൽപ്പ് ലൈൻ കോൾ സേവനവും ഒരുക്കാനുള്ള ആലോചനയിലാണ് അധികൃതർ. വയോജന സൗഹൃദ പഞ്ചായത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ലഭിച്ച എലിക്കുളം പഞ്ചായത്തിൽ 7652 പേർ ടൈം ബാങ്ക് സേവനം ലഭിക്കും. ഡോക്ടർമാർ, സൈക്കോളജിസ്റ്റുകൾ തുടങ്ങിയവർ ചേർന്ന് തയ്യാറാക്കിയ 45 ചോദ്യങ്ങളടങ്ങിയ സർവേയിലൂടെയാണ് അർഹരായവരെ കണ്ടെത്തിയത്. വോളണ്ടിയർമാർക്ക് ഗിഫ്റ്റ് കൂപ്പണുകളാണ് നൽകുക. ഇതിനായി പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിന് പുറമെ കമ്പനികളുടെ CSR ഫണ്ട്, വ്യാപാര സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം എന്നിവ പ്രയോജനപ്പെടുത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നതിനാൽ നിർത്തിവെച്ച പദ്ധതി ഉടൻ പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് എലിക്കുളം പഞ്ചായത്ത്. വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടലിനെ അതിജീവിക്കാൻ ഇവർക്കായി ഉല്ലാസയാത്ര, പകൽവീട് തുടങ്ങിയ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം.